വള്ളസദ്യ മിനിസ്റ്റർക്ക് ആദ്യം വിളമ്പി എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്ത്രി ഒരു വിവാദ പരാമർശമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു പരിഹാരക്രിയ വേണം എന്നൊക്കെ അതൊക്കെ അവിടുത്തെ അവർ തന്ത്രികൾ തന്നെ പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിൻ്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കിട്ടിയ മെസ്സേജ് അനുസരിച്ച് 21-ാം തീയതി സായാഹ്നത്തിൽ ഏതാണ്ട് 6:30 മണിയോടുകൂടി തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അന്ന് രാജ്ഭവനിൽ താമസിക്കും. രാജ്ഭവനിൽ നിന്ന് പിന്നീട് പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിലെത്തി നിലയ്ക്കൽ ഹെലിപ്പാഡുണ്ട്, അവിടെ ഇറങ്ങാനാണ് ഇപ്പോൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിലയ്ക്കൽ നിന്ന് പിന്നീട് കാർ മാർഗം പമ്പയിലെത്തും. പമ്പയിൽ നിന്ന് സന്നിധാനത്തിലെത്തും. സന്നിധാനത്തിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് വീണ്ടും പുറപ്പെടുന്ന രൂപത്തിലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസം ശിവഗിരി സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് പാലാ സെൻറ് തോമസ് കോളേജിൽ അവിടുത്തെ ജൂബിലിയായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അന്ന് കുമരകത്ത് താമസിക്കും. മൂന്നാമത്തെ ദിവസം, അതായത് 24-ാം തീയതി എറണാകുളത്ത് സെൻറ് തെരേസസ് കോളേജിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം എറണാകുളത്ത് നിന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി അവിടുന്ന് ഡൽഹിയിലേക്ക് പോകുന്ന രൂപത്തിലാണ് ഇപ്പോൾ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമ്മൾ മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. വളരെ ജാഗ്രതയോടുകൂടി ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ അല്ല, ഞങ്ങൾ ഇതല്ലേ പറയണ്ടേ. ഇപ്പോൾ ഈ കാര്യത്തിൽ രാഷ്ട്രപതിയുടെ കാര്യം നിങ്ങൾ ചോദിച്ചേ അല്ലേ? അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും തയ്യാറെടുപ്പുകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ ഒരു കുറവും വരാതെ രാഷ്ട്രപതിയുടെ സന്ദർശനം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ മുന്നൊരുക്കങ്ങളും ജാഗ്രതയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ വള്ളസദ്യ മിനിസ്റ്റർക്ക് ആദ്യം വിളമ്പി എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്ത്രി ഒരു വിവാദ പരാമർശമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു പരിഹാരക്രിയ വേണം എന്നൊക്കെ അതൊക്കെ അവർ തന്ത്രികൾ തന്നെയാണ് പറഞ്ഞു.